ഈ വീട് ഇങ്ങനെയല്ല ഇരുന്നത്, ഇങ്ങനെയാണ് ഇരുന്നത്. ഞങ്ങളത് ഫുള്ള് പെയിന്റ് ചെയ്ത് ആർട്ട് ചെയ്ത് അത് ഇങ്ങനെ ആക്കി. ഡേ 2 ദോശയും ചട്നിയും കഴിച്ച് അതിൻ്റെ ഏരി നിൽക്കണം. ഗൈസ്, നമ്മൾ ഫുഡല്ല വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ആര് ചെയ്യുന്നു? നമ്മുടെ അപ്പനമ്മമാർ. അമ്മ സിനിമയുടെ ഫുഡൊക്കെ ചെയ്യുമോ? ചെയ്യാം. എത്ര പേരുണ്ടാവും? ഒരു 40-50 പേരുണ്ടാവും. കഷ്ടപ്പെടാവനെ എല്ലാരുമായിട്ട് ചെയ്യാമോ അല്ലേ? അവർക്കൊക്കെ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരുമല്ല. ഞാൻ പറഞ്ഞുതരാം. രാവിലെ കാപ്പി കൊടുക്കണം, അതിൻ്റെ കൂടെ ചായ കൊടുക്കണം. 11 മണിയാകുമ്പോൾ നാരങ്ങയുള്ള എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം. എന്നിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ചായയും കടി എന്തെങ്കിലും കൊടുക്കണം. എന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ വേണ്ടി നാരങ്ങയുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. 9 മണിയാകുമ്പോൾ ഡിന്നറും കൊടുക്കണം. ഇവരുണ്ടാക്കുന്ന ഫുഡെല്ലാം നല്ലതാണ് ഗൈസ്. അതുകൊണ്ട് വരുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കടമ ആയതുകൊണ്ട് വീട്ടുകാരുടെ ഫുഡായിരിക്കും. പിന്നെ 40 വലിയ സംഖ്യ ഒന്നുമില്ല. നമ്മുടെ ഫാമിലി 40 പേരുണ്ട്. അതുപോലെ നമ്മൾ ഇതിൽ ചെയ്യണം. എല്ലാവരും കൂടെ ഉണ്ടാക്കും, കുഴപ്പമില്ല. സന്തോഷമേ ഉള്ളൂ, ചെയ്യാം. ഫുഡിന്റെ കാര്യമെല്ലാം സെറ്റാക്കി ഇവരെല്ലാം സെറ്റാക്കുമെന്നാണ് പറഞ്ഞത്. പാവം, ഇവര് രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. രാവിലെ 4 മണിക്ക് എണീക്കും, രാത്രി 12 മണിക്ക് കഴിക്കും. നമുക്ക് വേണ്ടി എല്ലാം നമുക്ക് വേണ്ടി. ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. എല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ കാര്യം നടക്കും. തുടക്കമാണ്, ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാം ദൈവാനുഗ്രഹത്തോടെ എല്ലാം നന്നായിട്ട് നടക്കും. ഇതാണ് ഗിഫ്റ്റ്, നമ്മുടെ സിനിമയിലെ നായകൻ. ഗൈസ്, ഇന്ന് നമ്മുടെ പടത്തിന്റെ 3ാമത്തെ ഡേ ആണ് ഷൂട്ട് ഡേ. ഗൈസ്, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഭയങ്കര തിരക്കായോണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഗൈസ്, ഈ വർഷം തന്നെ നമ്മൾ പടം എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മുടെ എല്ലാ സപ്പോർട്ടും കാരണം നമ്മൾ ഫുള്ളി ഈ മാസം തന്നെ പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മൾ ഫുഡും എല്ലാം കൊടുക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയം കാണും. കല്ലുപ്പൽ. അപ്പൊ ഗൈസ്, അത് ഷോട്ട് നടക്കുന്നു. ഞാൻ ഇപ്പൊ അകത്ത് കയറി എന്തായിരുന്നാലും കാണിച്ചു തരാം എന്തൊക്കെ നടക്കുന്നു. ഞങ്ങൾക്ക് റോൾ അഭിനയിച്ച് കാണിച്ചു തരണം, നമുക്കത് നോക്കാം. ഗൈസ്, നമ്മുടെ പടത്തിൽ എഡിറ്റ് ചെയ്യുന്നത് ജോഷ ചേട്ടൻ തന്നെ. എന്തോ ബോൾ മേടിച്ചിടാം. നീ ഇന്ന് കിഡിലായിട്ട് അഭിനയിച്ചാൽ നിനക്ക് ബോൾ മേടിച്ചു തരാം. ആണോ? ഷുവർ ആണോ? ഓക്കെ. എന്താ ബോണയോ? നിനക്ക് എത്ര വയസ്സുണ്ടോ? காலையில என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் சோதிக்கிறாங்க. ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഉറങ്ങാതെ എന്നെ വിളിച്ചിട്ട് പോകുന്നു. എനിക്ക് 2 പേർക്ക് മീൻ വാങ്ങിക്കാൻ അറിയല്ലേ? 2 പേരും തൊപ്പിയും വെച്ച് പെട്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. 2 പേർക്ക് മീൻ വാങ്ങിക്കാറുണ്ട്. അതിന് മുതിർന്ന ആരെങ്കിലും പോയാലേ ശരിയാകത്തുള്ളൂ. 2 പേര് വണ്ടിയിൽ കയറി. ഇതാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന കടൽ തീരം, ഹാർബർ. മീനുണ്ടോ? ഒരുപാട് കുറവ്, ഭയങ്കര വില. ഇന്ന് ഞാൻ വന്നോണ്ടാണെന്ന് അറിയത്തില്ല, മീൻ കുറവ്. ഹൈയില് പോകും. ഇങ്ങനെയാണ് ലേലമൊക്കെ വിളിച്ചെടുക്കുന്ന മീൻ. എന്തായാലും ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. ചൂര മാത്രമേ ഉള്ളൂ. ചൂര മാത്രം വാങ്ങാൻ പറ്റില്ല. ചൂര കഴിച്ച് കഴിച്ച് മടുത്ത്. വേറെ എന്തോ വലിയ ഇപ്പൊ നോക്കാൻ നിക്കുന്നത്? വേറെ മീന് നോക്കട്ടെ. ഓ, സാർ ഇവിടെ കിരീടമൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന. മഴ പെയ്തു തുടങ്ങി. എന്റെ ഒരു അവസ്ഥ നോക്കണേ. മര്യാദയ്ക്ക് ഉറങ്ങി കിടക്കേണ്ട ഞാൻ ഇവരിന്റെ കൂടെ മീൻ വാങ്ങിയാവുന്ന മഴയത്ത് നോക്ക്. ഒരു കുടയിൽ 3 പേരായിട്ടൊക്കെ പോകുന്ന എന്റെ അവസ്ഥ ഒന്ന് നോക്കണേ. ചപ്പറം പോകുന്ന കണക്കാണ് പോകുന്നത്. മഴ കൊള്ളാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. അറ്റ് ലാസ്റ്റ് മീനും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല. ഇവിടെ എല്ലാരും കിടന്നുറങ്ങുന്നു. എന്താ ഉറക്കൊന്നുമില്ലേ? അപ്പോ ഞാനും ചാച്ചാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.
ഇപ്പൊ രാവിലെ കാണാം. பார்த்து ஓடி போச்சு கணக்கு ബാക്കി എനിക്കറിയണ. ഇന്ന് 5ാമത്തെ ദിവസമാണ് ഗൈസ്. 5ാമത്തെ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം. എനിക്കൊരു മാറ്റവും കാണുന്നില്ലല്ലേ. ഞാൻ ചെയ്യാനാ ക്യാരക്ടറിലെങ്ങും ഒഴുകിപ്പോയി. തല കുനിച്ചില്ല. ഒന്ന് നിർത്തപ്പ, കൊറേ ആയി കേക്കണം. ഒന്ന് നിർത്തപ്പ, കൊറേ ആയി കേക്കണം. ഒന്ന് നിർത്തപ്പ, കൊറേ ആയി കേക്കണം. அடங்கப்பா இது உலக நடிப்புடா சாமி. നാട് കറങ്ങണ പൂമ്പാറ്റെ. അവൻ ചിരിക്കും. ഇന്ന് നമ്മുടെ ഷൂട്ടിന്റെ 7ാമത്തെ ദിവസമാണ്. കോടതി സീൻ. അസിസ്റ്റൻസും അസോസിയേറ്റും സ്പോട്ട് എഡിറ്റർ എല്ലാരും ഉണ്ട്. നീ ഫോർമാറ്റ് ചെയ്തോ? ഫസ്റ്റ് പടം. പക്ഷേ എവിടെയെന്നറിയോ, ഈ ക്യാമറ ഇങ്ങനെ വരുമ്പോ ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ലുക്കെല്ലാം കൊള്ളാം. ചെരുപ്പ് കാണിച്ചേ ഗൈസ്. അങ്ങനെ ഞാനൊരു വക്കീലായിരിക്കുകയാണ്. പഠിച്ചോ ആവാൻ പറ്റിയില്ല, സിനിമയിലെങ്കിലും ആവാലോ. ഒരുപാട് വക്കീലൊക്കെ ഉണ്ട്. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ശരിയതാ വക്കീൽ സാർ പറഞ്ഞോലൊക്കെ ചെയ്യണം കേട്ടല്ലോ. ഞാൻ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു ഡയറക്ടർ. நான் மட்டும் தான் இங்க தமிழ், இது எல்லாமே மலையாளம். சூப்பரா போயிட்டு ഗൈസ്, അങ്ങനെ നമ്മൾ കുറെ വക്കീൽമാരെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വക്കീലെന്ന് ആദ്യ കൊലക്കേസിന്റെ ഹർജി ഇന്നല്ലേ? അതെ, പോയിട്ട് വരാം. അവളെ ഇന്നാ തൂക്കിക്കൊല്ലുന്നു. അതൊക്കെ 15 വർഷം ഇപ്പോഴും ഈ ഏരിയയിൽ വട്ടുപിടിച്ച് നടക്കുന്ന ഒരു വക്കീൽ. കേസ് തോറ്റുപോയോണ്ട് വട്ടായി. ഇവന്റെ അമ്മയുടെ വക്കീലാരെന്നറിയോ? നിന്റെ അമ്മ തോറ്റ്, കേസ് തോറ്റ്. തൂക്കിക്കൊല്ലുക. ചേച്ചി തന്നെ. അപ്പൊ കേസ് തോറ്റ്. അയ്യോ. നമ്മളൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടീം ഫുൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദേശമായിട്ട് ഒരു കാർ ഇങ്ങനെ പോയാൽ മതി. അതാണ് സിനിമ. പക്ഷേ ഇത് ചെറിയ പടത്തിന് ഇത്രയും ക്രൂ ആണെങ്കിൽ വലിയ പടത്തിന് എത്ര ക്രൂ ആയിരിക്കും അല്ലേ? പിന്നല്ല. ഷൂട്ട് എങ്ങനെ പോകുന്നുണ്ട്? ഒരു മാസം ഡയലോഗ് ഉണ്ട്. നിങ്ങളല്ലേ അതിനേക്കാളും മാസമായിട്ടിരിക്കും. അതൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു. കണ്ടിട്ടേ